ഹായ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സ്മാർട്ട് ഫോൺ അടുത്തതായി റിലീസിനൊരുങ്ങുന്ന വിവോയുടെ V40യെ കുറിച്ചാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് പരിശോധിക്കാം. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്താണ് വിവോയുടെ V സീരീസ് എന്നൊന്ന് മനസ്സിലാക്കുക. വിവോയുടെ V സീരീസ് എന്ന് പറയുന്നത് മെയിൻലി ക്യാമറ ഓറിയൻറ്റഡ് ആയ ഒരു സ്മാർട്ട് ഫോണാണ്. 30,000-ന്റെ അണ്ടറിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന മികച്ച ക്യാമറ പെർഫോമൻസ് തരുന്ന സീരീസാണ് വിവോ V സീരീസ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ V30 മികച്ചൊരു ക്യാമറ സ്മാർട്ട് ഫോൺ ആയിരുന്നു. നിങ്ങളിൽ പലരും V30 ഉപയോഗിക്കുന്നുണ്ടാവും. നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യൂ. പെർഫോമൻസിലേക്ക് നോക്കിയാൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 പ്രോസസ്സറാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ അന്തട്ട് സ്കോർ 8 ലാഖിനടുത്തുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം മികച്ചൊരു പെർഫോമൻസാണ് ഈ സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത്. 2.6 GHz ക്ലോക്ക് സ്പീഡ് സെറ്റ് ചെയ്തിരിക്കുന്ന സ്മാർട്ട് ഫോണാണത്. എന്താണ് ക്ലോക്ക് സ്പീഡ്, അത് മനസ്സിലാക്കി എങ്ങനെ സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കും എന്ന വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സ്മാർട്ട് ഫോണിനെ പറ്റി വലിയ ധാരണയില്ലാത്തവർക്കും മികച്ച സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കും ഈ ക്ലോക്ക് സ്പീഡ് മനസ്സിലാക്കിയാൽ. ബെസ്റ്റ് മിഡ് റേഞ്ച് പെർഫോമൻസ് തരുന്ന ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 7 Gen 3. നിങ്ങൾക്കിതിൽ ഗെയിമിംഗ് ചെയ്യാൻ സാധിക്കും നല്ല രീതിയിൽ. ബട്ട് ടോപ്പ് ആൻഡ് പെർഫോമൻസ് പ്രതീക്ഷിക്കരുത്, കാരണം ഇത് ന്യൂട്രൽ പെർഫോമൻസ് വേണ്ടിയുള്ള ചിപ്സെറ്റാണ്. എന്ന് വെച്ചാൽ ഡെയിലി ടാസ്കും ക്യാമറ പെർഫോമൻസും ആയിരിക്കും ഈ ചിപ്സെറ്റ് മെയിൻലി ഹാൻഡിൽ ചെയ്യുക. ഇനി ഡിസ്പ്ലേയിലേക്ക് നോക്കിയാൽ ഫുൾ HD+ കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണിത്. പീക്ക് ബ്രൈറ്റ്നസ് ആയി കമ്പനി അവകാശപ്പെടുന്നത് 4500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ്. പക്ഷേ അത് HDR-ൽ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുക. ഡിസ്പ്ലേയുടെ സൈസ് 6.78 ഇഞ്ച് ആണ്. 90.1% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. എന്ന് വെച്ചാൽ ഫോണിന്റെ സൈഡിലുള്ള ബോർഡറുകളുടെ വീതി വളരെ കുറവായിരിക്കും. ഇനി ഡിസൈനിലേക്ക് നോക്കിയാൽ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഡിസൈനിൽ പ്രതീക്ഷിക്കാനില്ല. നിങ്ങളിൽ പലവരും കവറിട്ടായിരിക്കും ഫോൺ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസൈനെ പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്ക് സൈഡിൽ ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. 2 കളർ ഓപ്ഷൻസ് ആണ് ഫോണിനുള്ളത്. IP68 വാട്ടർ റെസിസ്റ്റന്റ് ഉള്ളൊരു ഫോണാണിത്. ബട്ട് വാട്ടർ പ്രൂഫ് അല്ല. വാട്ടർ റെസിസ്റ്റന്റ് ഉണ്ടെന്ന് വെച്ച് വെള്ളത്തിൽ മുക്കിയാൽ കമ്പനി വാറണ്ടി തരില്ല. ഇനി സ്റ്റോറേജിലേക്ക് വന്നാൽ മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻസ് ഈ ഫോണിൽ ഇല്ല. UFS 2.0യുടെ 256 GB 512 GB ഇന്റേണൽ സ്റ്റോറേജാണ് തന്നിരിക്കുന്നത്. LPDDR4Xന്റെ 8 GB 12 GB റാം ഓപ്ഷൻസും ഉണ്ട്. ഇനി ക്യാമറാസ്. ഈ ഫോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതിന്റെ ക്യാമറാസ്. ബാക്ക് സൈഡിൽ 2 ക്യാമറയാണ് തന്നിരിക്കുന്നത്. 50 MB വൈഡ് ആംഗിൾ സെൻസറും 50 MB തന്നെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസറും. മറ്റു കമ്പനി തരുന്ന പോലെ 8 MB വേസ്റ്റ് ക്യാമറയല്ല. പ്രൈമറി ക്യാമറയുടെ അതേ കളർ സയൻസും അതേ ക്വാളിറ്റിയും തരുന്ന വൈഡ് ആംഗിൾ ക്യാമറയാണ് തന്നിരിക്കുന്നത്. OS സപ്പോർട്ടുള്ള ക്യാമറയാണത്. അൾട്രാ വൈഡിൽ OS സപ്പോർട്ട് ഉണ്ടോ എന്നറിയില്ല. പിന്നെ ബാക്കിലുള്ളത് ഓറോ ലൈറ്റ് ആണ്. കഴിഞ്ഞ V30യിലും ഓറോ ലൈറ്റ് ഉണ്ടായിരുന്നു. റിയർ സൈഡിലെ 2 ക്യാമറകളും 4K 30 FPS സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറകളാണ്. ഇനി സെൽഫിയിലേക്ക് നോക്കിയാൽ 50 MB തന്നെ വൈഡ് ആംഗിൾ സെൻസറാണ് നൽകിയിരിക്കുന്നത്. ഇതിലും 4K 30 FPSന്റെ സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലോഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പരിഗണിക്കാവുന്നൊരു ഡിവൈസാണിത്. റിയർ സൈഡിലുള്ള ക്യാമറാസിൽ സൈസിന്റെ കൊളാബറേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നാച്ചുറലായ ഫോട്ടോസ് ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടുക. കഴിഞ്ഞ വർഷം ഇറങ്ങിയ V30യുടെ ക്യാമറ ടെസ്റ്റ് സാമ്പിൾസ് യൂട്യൂബിൽ ഉണ്ട്. അത് കണ്ട് ഇതിന്റെ ക്യാമറ ക്വാളിറ്റി എന്തിനുമുണ്ടെന്ന് വിലയിരുത്താൻ സാധിക്കും. ഇനി ബാറ്ററിയിലേക്ക് വന്നാൽ 5500 mAh വലിയൊരു ബാറ്ററിയാണ് തന്നിട്ടുള്ളത്. അത് ചാർജ് ചെയ്യാൻ 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. Type-C ആണ് കേബിൾ. ഇപ്പോൾ ഒരു നല്ല സ്മാർട്ട് ഫോൺസും Type-C തരുന്നതാണ്. ഇനി സിം ടൈപ്പ്. ഡ്യുവൽ സിം ഇടാനുള്ള ഓപ്ഷൻസ് ആണ് ഉള്ളത്. നാനോ സിംസ് 5G സപ്പോർട്ടും ഉണ്ട്. സാർ വാല്യൂ ഒക്കെ ലിമിറ്റഡ് ആണ്. Wi-Fi 5 ആണ് നൽകിയിരിക്കുന്നത്. 5 GHz ട്രാൻസ്മിറ്റർ സ്പീഡ് സപ്പോർട്ട് ചെയ്യും. ബ്ലൂടൂത്ത് 5.4 ആണ് ഏറ്റവും ലേറ്റസ്റ്റ്. NFC സപ്പോർട്ടുണ്ട്. ഹെഡ്ഫോൺ ജാക്കില്ല, പക്ഷേ Type-C കൺവെർട്ടർ ഉപയോഗിച്ച് ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യാൻ സാധിക്കും. അഡാപ്റ്റർ ബോക്സിലുണ്ടാവും. ഓക്കെ, വൈ ഷുഡ് യു ബൈ ദിസ് ഫോൺ? മികച്ച ക്യാമറ പെർഫോമൻസ്, ഡീസൻറ്റ് ഗെയിമിങ്ങുമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന മികച്ചൊരു ഫോണാണത്. ഞാനിത് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ധൈര്യമായി ഇത് വാങ്ങാം. മറ്റൊരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.